ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ CBSE 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. എ TV tower stand vertically on a A TV tower stand on vertically on a bank of canal. From a point on the other bank directly opposite to the tower, the angle of elevation of the top of the tower is 60 degree. From another point 20 meter away from this point on the line joining the point of the foot of the tower, the angle of the elevation of the top of the tower is 30 degree. See the figure. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് വിഡ്ത്ത് ഓഫ് ദ കനാൽ. സംഭവം നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അവിടെ ഒരു ടവർ ഉണ്ട്, ഒരു കനാലിൻ്റെ ഒരു സൈഡിൽ ഒരു ടവർ ഉണ്ട്. ആ കനാലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ആ ടവറിൻ്റെ ടോപ്പ് കാണുന്നത് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ്. ദെൻ ആ പോയിന്റിൽ നിന്നൊരു 20 മീറ്റർ ബാക്കിലോട്ട് വന്നപ്പോൾ ടവറിൻ്റെ ടോപ്പ് കണ്ടത് 30 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടവറിൻ്റെ ഹൈറ്റ് എത്രയാണ്, കനാലിൻ്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഞാനതിനെ AB = Y എന്നെടുത്തു. നമുക്ക് സ്റ്റെപ്പിന് ആൻസർ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആൻസറിലോട്ട് എത്തരുത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. സോ ABക്ക് നമ്മൾ Y എന്ന് കൊടുത്തു, CBക്ക് നമ്മൾ X എന്നും കൊടുത്തു. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള tan 60 വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡ് കാണണം ഹൈറ്റ്, അതേപോലെ കനാലിൻ്റെ ലെങ്ത്തുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം tan 60 = ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. tan 60 അല്ലേ വരിക, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും വരുന്ന ആംഗിൾ ഏതാണ്, tan ആണ്. അപ്പം tan 60 = AB/CB എന്ന് കിട്ടും. ഇനി tan 60 കാണാൻ tan 60യുടെ ആംഗിൾ ഞാനിവിടെ കൊടുത്തു. 30, 60, 90 വരുന്ന ട്രയാങ്കിളാണ് നമ്മൾ tan 60 കൊടുക്കുന്നത്. എന്താ ടാനിൻ്റെ ഇക്വേഷന്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമ്മൾ ഈ റേഷ്യോ ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. അപ്പോൾ tan 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് √3, 60യുടെ അഡ്ജസൻറ്റ് സൈഡ് 1, അപ്പോൾ √3/1 എന്ന് വരും tan 60. ഓക്കെ, ഈക്വൽ ടു AB Y ആണ്, CB X ആണ്, Y/X. ഇനി ഇതിനെ ക്രോസ് ചെയ്യുക. √3 × X √3x, 1 × Y Y. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ദെൻ അടുത്തത് tan 30 എടുത്തു. tan 30 എന്ന് പറഞ്ഞാൽ എന്താ, tan 30ക്ക് നേരെ ഓപ്പോസിറ്റ് ആരാ, AB. tan 30യുടെ അഡ്ജസൻ്റ് ആരാ, ഇവിടെ തൊട്ട് വരും കേട്ടോ, DB വരെ വരും. ഇതാണ് നമ്മുടെ ABD ആണ് നമ്മുടെ ട്രയാങ്കിൾ വലുത്. അപ്പോൾ tan 30 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് AB ആണ്, അഡ്ജസൻറ്റ് സൈഡ് DB ആണ്. tan 30 ഇവിടെ നോക്കുക നിങ്ങൾ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് 1/√3 ആണ്. എന്താണ് ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്. അപ്പോൾ tan 30 എത്രയാ, 1/√3 ആണ്. AB Y ആണ്. DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CB X ആണ്. അപ്പോൾ DB എത്രയാ, ഇവിടെ 20 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും, 20 + X എന്ന് വരും. ഇനി നമുക്കിതിനെ ക്രോസ് ചെയ്യാലോ. 20 + X/√3 = Y എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇപ്പോൾ 2 ഇക്വേഷൻസ് ആയി നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം. രണ്ടിൻ്റെയും റൈറ്റ് സൈഡിൽ Y ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. റൈറ്റ് സൈഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ എഴുതാം, √3x = 20 + X/√3 എന്ന് എഴുതാം. ഓക്കെ, ഇനി അതിനുശേഷം ഈ √3നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ √3 × √3x = 20 + X. √3 × √3 എത്രയാ, 2 റൂട്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ റൂട്ട് എന്താവും, പോകും. √3 × √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. അപ്പോൾ 3x = 20 + X എന്ന് വരും. ഇനി ഈ +Xനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി, +X ഇപ്പുറം വരുമ്പോൾ എന്താവും, -X ആവും. സോ 3x - X = 20. 3x എന്ന് ഒരു X പോയാൽ ബാക്കി എത്രയുണ്ട്, 2x.
അപ്പോൾ 2x ഈക്വൽ ടു 20 എന്ന് കിട്ടും. അതിൽ നിന്ന് x ഈക്വൽ ടു 20/2 ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, അത് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 20/2 10 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്, അഥവാ സി ബി 10 ആണ്. ഓക്കെ, ഇനി ഈ എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്താണ്? √3x ആണ്. അപ്പോൾ √3 × 10 എന്ന് വരും. ഇതാണ് നമ്മളുടെ എ ബിയുടെ നീളം, ടവറിൻ്റെ നീളം. ഓക്കെ, 10√3. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10√3. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ടവർ 10√3 എന്നും കിട്ടും. ബ്രെഡ്ത്ത് ഓഫ് ദ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ കനാൽ 10 എന്നും കിട്ടും. ഓക്കെ, നമുക്ക് നമ്മളുടെ CBSE ഇതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം. ഇത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എത്ര വരിക എന്ന് പറയാൻ പറ്റും. ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 120 അല്ലേ വരിക. കാരണം എന്താ? അതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ ഇവിടെ 60 ആണെന്ന്, ഇവിടെ 120. ഇനി ഈ ട്രയാംഗിൾ എടുക്കുക കേട്ടോ. അതിൽ 120 30. അപ്പോൾ ബാക്കി ഇനി ഇവിടെ എത്ര ഉണ്ടാവും? 150 ആയില്ലേ. ബാക്കി ഇനി എത്രയുള്ളത്? 30. ഓക്കെ, ഈ 30ക്ക് ഓപ്പോസിറ്റ് എത്രയാ? 20 ആണ്. അപ്പോൾ ഈ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 20 ആയിരിക്കും. ഐസോസിലസ് ട്രയാംഗിൾ ആയില്ലേ, രണ്ട് ആംഗിൾ ഈക്വൽ ആയാൽ രണ്ട് സൈഡ് ഈക്വൽ ആവും. ഇനി ഇത് 60, ഇത് 90, ഇത് 30. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 30 60 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാണ്? 1:√3:2 ആണ്. അതിൽ നോക്കി 90ക്ക് ഓപ്പോസിറ്റ് ആണ് 20, അഥവാ 2ൻ്റെ സ്ഥാനത്ത് 20 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 10 ആയിരിക്കും. 1ൻ്റെ സ്ഥാനത്ത് 10 ആണെന്നുണ്ടെങ്കിൽ √3യുടെ സ്ഥാനത്ത് എത്രയാ? 10√3. ഓക്കെ, അപ്പോൾ 30 എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് 10. ഇവിടെ അല്ലേ 30 വരിക. അപ്പോൾ ഇവിടെ 10. 60 എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് 10√3. ഇവിടെ 10√3 കണ്ടോ. പക്ഷെ നമുക്ക് സ്റ്റെപ്പിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായതുകൊണ്ട് ഇതേപോലെ സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഇത് ചെറിയ മാർക്കിന് 1 മാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്താണ്ട് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ 1 മാർക്കിനൊക്കെ ഒരുപാട് സാധനം വാരി വലിച്ച് എഴുതിയിട്ട് എന്തില്ല കാര്യമല്ല. അതുകൊണ്ട് നമ്മളുടെ ടൈം പോവാണ് ചെയ്യുക. നമ്മളുടെ കൂടുതൽ സമയം നമുക്ക് MCQന് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യില്ല, ടൈം കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ MCQനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ചെയ്യാം. MCQന് നമുക്ക് ആൻസർ മതി, സ്റ്റെപ്പ് വേണ്ട. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ സ്റ്റെപ്പുകൾക്കും നമുക്ക് ഗിവൺ ദാറ്റ് എഴുതിയാൽ അതിന് ആൻസറിന് മാർക്കുണ്ട്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. അതേപോലെ ഇത് ചിത്രം തന്നിട്ടില്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസുകൾ ഈ ഫിഗറുകൾ തരില്ല. ആ ഫിഗർ വരച്ച ആ മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തിയാൽ അതിന് നമുക്ക് മാർക്കുണ്ട്. ഓക്കെ, ചിത്രത്തിനൊക്കെ 1 മാർക്കാണ്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ചിത്രം ഉണ്ടാവില്ല, ചിത്രം നമ്മൾ വരക്കുന്നതാണ്. ചിലതിൽ ചിത്രം തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചിത്രം വരക്കുന്നതിനൊക്കെ നമുക്ക് മാർക്കുണ്ട്, അതിനൊക്കെ നല്ല മാർക്ക് കിട്ടും. സോ അതുകൊണ്ടൊക്കെ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, 5 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. പെട്ടെന്ന് ആൻസർ എഴുതി വെക്കരുത്, സ്റ്റെപ്പിന് മാർക്കുണ്ട്. ഓക്കെ, മറക്കരുത് കേട്ടോ.